ചരിത്രപ്രസിദ്ധവും ക്ഷേത്രനഗരിയുമായ വൈക്കം നഗരത്തിൻ്റെ സമീപത്തുള്ള പഞ്ചായത്താണ് ടി വി പുരം. ഒരു കായലോര ഗ്രാമമാണ് തിരുമണി വെങ്കിടപുരം എന്ന ടി വി പുരം. വൈക്കത്തു നിന്ന് വേമ്പനാട്ട് കായലിൻ്റെ തീരത്തുകൂടി 5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെയെത്താം. മൂന്ന് വശങ്ങളും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ടി വി പുരം പഞ്ചായത്ത് കോട്ടയം ജില്ലയുടെ വടക്കു പടിഞ്ഞാറേ മൂലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പഞ്ചായത്തിൻ്റെ തെക്കു പടിഞ്ഞാറേ അതിർത്തികൾ കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായലാണ്. തിരുമണി വെങ്കിടപുരം ഗ്രാമത്തിൽ വേമ്പനാട്ട് കായലിൻ്റെ കരയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് തിരുമണി വെങ്കിടപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം. ശ്രീരാമസ്വാമി കരവധത്തിന് ശേഷം അത്യുഗ്രഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണിത്. കേരളത്തിലെ പ്രധാന ശ്രീരാമക്ഷേത്രങ്ങളിൽ ഒന്നായ ഇവിടെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ പഞ്ചലോക വിഗ്രഹമുള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ക്ഷേത്രത്തിലെ മുഖ്യമൂർത്തി ശ്രീരാമനായാണ് കണക്കാക്കി വരുന്നതെങ്കിലും വാസ്തവത്തിൽ ചതുർബാഹുവായ മഹാവിഷ്ണുവാണ്. മണിവെങ്കിടൻ എന്ന തമിഴ് ബ്രാഹ്മണനാണ് ഈ പ്രതിഷ്ഠ നടത്തിയതെന്നാണ് വിശ്വാസം. അതാണ് തിരുമണി വെങ്കിടപുരം എന്ന സ്ഥലനാമത്തിന് കാരണം. പിന്നീട് ഇത് ലോപിച്ച് തൃണയംകുടം എന്നും ടി വി പുരം എന്നുമായി മാറി. തിരുപ്പതി വെങ്കിടാചലപതിയുടെ ഭക്തനായിരുന്ന മണിവെങ്കിടനും കുടുംബവും നാട്ടിലുണ്ടായ വിദേശ ആക്രമണത്തെ തുടർന്ന് കേരളത്തിൽ അഭയം തേടുകയും വേമ്പനാട് കായൽ വഴി ഈ ഗ്രാമത്തിൽ എത്തുകയും ചെയ്തു. തൻ്റെ ജീവനും സ്വത്തിനും അഭയം നൽകിയതിൻ്റെ പ്രത്യുപകാരമായി മണിവെങ്കിടൻ താൻ നിത്യപൂജ നടത്തിയിരുന്ന വിഷ്ണു വിഗ്രഹം കായലിൻ്റെ നടുക്കുള്ള തുരുത്തിൽ ഒരു ക്ഷേത്രം പണിത് പ്രതിഷ്ഠിച്ചു. പിൽക്കാലത്ത് തിരുമണി വെങ്കിടപുരത്തും വിദേശ ആക്രമണമുണ്ടാവുകയും ക്ഷേത്രം നശിച്ചു പോകുകയും ചെയ്തു. പിന്നീട് ഒരു കാലത്ത് കായലിൽ നിന്ന് വിഗ്രഹം വീണ്ടെടുക്കുകയും പ്രതിഷ്ഠ നടത്തുകയുമായിരുന്നു. തിരുമണി വെങ്കിടപുരം ഗ്രാമത്തിൽ വേമ്പനാട് കായലിൻ്റെ കിഴക്കേക്കരയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കിഴക്കോട്ടാണ് ക്ഷേത്ര ദർശനം.
പടിഞ്ഞാറ് ഭാഗത്ത് കായലിൽ ഒരു ബലിക്കല്ല് കാണാം. കർക്കിടക വാവ്, തുലാവാവ്, ശിവരാത്രി തുടങ്ങിയ അവസരങ്ങളിൽ നിരവധി ആളുകൾ ഇവിടെ വന്ന് ബലിതർപ്പണം നടത്താറുണ്ട്. കായലിന് നടുവിലെ തുരുത്താണ് ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം. ജലഗതാഗതം പതിവായിരുന്ന പഴയകാലത്ത് വലിയൊരു വാണിജ്യ കേന്ദ്രമായിരുന്നു ഇവിടം. ഇവിടെ ഉണ്ടായിരുന്ന ഒരു വിളക്കുമാടമാണ് രാത്രികാലങ്ങളിൽ യാത്ര സുഗമമാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിരുന്നത്. ഇപ്പോൾ ഈ തുരുത്ത് കാട് പിടിച്ചു കിടക്കുകയാണ്. നിരവധി പക്ഷികളുടെ വിഹാര കേന്ദ്രമാണിവിടം. കായലിൻ്റെ മറുകര ആലപ്പുഴ ജില്ലയിലെ ചേർത്തല ഭാഗങ്ങളാണ്. ക്ഷേത്രത്തിൻ്റെ വടക്കു ഭാഗത്തായി ക്ഷേത്രക്കുളം പണിതിരിക്കുന്നു. എലിവിഷം ശമിപ്പിക്കുന്നതിന് ഉത്തമമാണ് ഈ കുളത്തിലെ സ്നാനമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇവിടെ തന്നെയാണ് ഉത്സവാവസാനം ഭഗവാന്റെ ആറാട്ടും. ചതുരാകൃതിയിൽ തീർത്ത 2 നിലകളോടുകൂടിയ ഒരു ശ്രീകോവിലാണ് ഇവിടെയുള്ളത്. തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ ശ്രീരാമൻ്റെ ശ്രീകോവിലുമായി പ്രകടമായ രൂപസാദൃശ്യം ഈ ശ്രീകോവിലിനുണ്ട്. ശ്രീകോവിലിനകത്ത് 3 മുറികളുണ്ട്. അവയിൽ പടിഞ്ഞാറേ അറ്റത്തുള്ളതാണ് വിഗ്രഹം പ്രതിഷ്ഠിച്ച ഗർഭഗൃഹം. 6 അടിയിലധികം ഉയരം വരുന്ന പഞ്ചലോഹ നിർമ്മിതമായ മഹാവിഷ്ണു വിഗ്രഹത്തിൽ കിഴക്കോട്ട് ദർശനമായി ശ്രീരാമസ്വാമി കുടികൊള്ളുന്നു. ശ്രീകോവിലിൻ്റെ തെക്ക് ഭാഗത്ത് പ്രത്യേകം തീർത്ത ഒരു അഴിക്കൂട്ടിൽ കിഴക്കോട്ട് ദർശനമായി ശിവന്റെയും ഗണപതിയുടെയും പ്രതിഷ്ഠകൾ കാണാം. വടക്കുവശത്ത് വ്യാളിമുഖത്തോടു കൂടി ഓവ് പണിതിട്ടുണ്ട്. ടീപൂരം ശ്രീ ശ്രീരാമസ്വാമി ക്ഷേത്രം ടീപൂരം ദേശത്ത് ആറിനോട് തീരത്തായി, വൈക്കങ്കാലിനോട് തീരത്തായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ടീപൂരം ശ്രീരാമസ്വാമി ക്ഷേത്രം. ചരിത്ര പ്രാധാന്യമുള്ളതും അതിനുപരി വൈദിക പാരമ്പര്യമുള്ളതും വൈദ്യമായി ബന്ധപ്പെട്ടതും ആയ മൂർത്തിയാണ് നമ്മുടെ ടീപൂരം ശ്രീരാമസ്വാമി ക്ഷേത്രം. കാരണം ഇതിൻ്റെ അഭിഷേക ജലം പല മരുന്നുകളായി ഉപയോഗിക്കുന്നുണ്ട്. കാരണം പല ആൾക്കാരും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വരാറുണ്ട്. അവരുടെ അസുഖങ്ങൾ മാറാനായിട്ട് അഭിഷേക ജലം തരണം എന്ന് പറഞ്ഞിട്ട്. കാരണം അത് പുരാതന കാലം പോലെ ആചരിച്ചു വരുന്നതാണ്. അതിൻ്റെ ഉദാഹരണമാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഓവിനോട് ചേർന്ന് കിടക്കുന്ന എണ്ണത്തോണിക്ക് സമാനമായ ഒരു കരിങ്കല്ലിൻ്റെ പാത്രം. കാരണം അതിൻ്റെ അഭിഷേകജലം സാധാരണ ക്ഷേത്രങ്ങളിൽ അഭിഷേകജലം വടക്കുവശത്തേക്ക് ഒഴുകി കളയാറാണ് പതിവ്. പക്ഷേ ഇതിൻ്റെ അഭിഷേകജലം നമ്മൾ ഒഴുക്കി കളയാറില്ല. കാരണം അഭിഷേകജലത്തിന് അത്ര പ്രാധാന്യമുണ്ട്. കാരണം പല ആൾക്കാരും രോഗശമനത്തിന് വേണ്ടി അത് ഉപയോഗിച്ച് വരുന്നതാണ്. കർക്കിടക വാവുബലിയാണ് ടീപൂരം ക്ഷേത്രത്തിന്. പിന്നെ പ്രധാനമായിട്ട് ആൾക്കാർ വന്നു പോകുന്ന സമയം. പിന്നെ രാമായണ മാസാചരണവും വളരെ പ്രാധാന്യമായിട്ട് ആചരിച്ചു പോരുന്നുണ്ട്. അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും ടീപൂരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് ഭഗവാന്റെ അനുഗ്രഹങ്ങൾക്ക് പത്രീഭൂതരാകുവാൻ എത്തിച്ചേരണമെന്ന് അപേക്ഷിച്ചു. സാമാന്യത്തിലധികം ഉയരം വരുന്ന ബലിക്കല്ലാണ് ഈ ക്ഷേത്രത്തിലേത്. തന്മൂലം പുറത്തുനിന്ന് നോക്കിയാൽ വിഗ്രഹം കാണാൻ സാധിക്കില്ല. തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് പ്രത്യേകം തീർത്ത ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനം നൽകി അയ്യപ്പസ്വാമിയുടെ പ്രതിഷ്ഠയുണ്ട്. ഏകദേശം 3 അടി ഉയരം വരുന്ന അയ്യപ്പ വിഗ്രഹം ശിലാനിർമ്മിതമാണ്. ശബരിമലയിലെ രൂപത്തിൽ ഏതാണ്ട് അതേ രൂപമാണ് ഇതിനും. ശ്രീകോവിലിന് മുന്നിൽ ഒരു മുഖമണ്ഡപം പണിതിട്ടുണ്ട്. ശബരിമല തീർത്ഥാടകർ മാലയിടുന്നതും കെട്ടുനിറയ്ക്കുന്നതുമെല്ലാം ഇവിടെ വെച്ചാണ്. ഇതിന് സമീപം തന്നെയാണ് ക്ഷേത്രത്തിലെ നാഗത്തറയും. നാഗരാജാവായി അനന്തൻ വരുന്ന തറയിൽ
കൂടെ നാഗയക്ഷിയും നാഗചാമുണ്ടിയും ചിത്രകൂടവും അടങ്ങുന്ന പരിവാരങ്ങളും കാണാം. എല്ലാ മാസങ്ങളിലെയും ആയില്യം നാളിൽ ഇവിടെ വിശേഷാൽ പൂജകളും കന്നിമാസത്തിലെ ആയില്യം നാളിൽ സർപ്പബലിയും പതിവാണ്. ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിൽ മേൽക്കൂരയില്ലാത്ത ഒരു തറയിലാണ് ദുർഗാദേവിയുടെ പ്രതിഷ്ഠ. ഒരടി മാത്രം ഉയരമുള്ള ശിവലിംഗ രൂപത്തിലുള്ള വിഗ്രഹമാണ് ഇവിടെ ദേവിക്ക്. മേൽക്കൂരയില്ലാത്ത തറയിലുള്ള പ്രതിഷ്ഠയായതിനാൽ വനദുർഗിയായാണ് സങ്കല്പം. ശ്രീരാമദാസനായ ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠയുള്ള ശ്രീകോവിൽ ഏകദേശം 3 അടി ഉയരം വരുന്ന പഞ്ചലോഹ നിർമ്മിതമായ വിഗ്രഹം ഹനുമാൻ്റെ രൂപത്തിലാണ്. ഇരു കൈകളും കൂപ്പി നിൽക്കുന്ന ഹനുമാന്റെ സമീപം ആയുധമായ ഗദ കാണാം. ഇതിനടുത്ത് തന്നെയാണ് ബ്രഹ്മരക്ഷത്തിൻ്റെ പ്രതിഷ്ഠ. വളരെ ചെറിയൊരു ശ്രീകോവിലിൽ അരയടി മാത്രം ഉയരം വരുന്ന ശിവലിംഗ തുല്യമായ വിഗ്രഹമാണ് ബ്രഹ്മരക്ഷസിന്. ക്ഷേത്രത്തിൽ പടിഞ്ഞാറാട്ടു ദർശനം നൽകുന്ന ഉപദേവതകൾ ഇവർ മാത്രമാണ്. മീനമാസത്തിൽ തിരുവോണം ആറാട്ടായി 10 ദിവസം ഉത്സവം. ശ്രീരാമനവമി, രാമായണ മാസം, കർക്കിടകവാവ് എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ. വൈക്കത്തഷ്ടമിയോടനുബന്ധിച്ച് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്ന ദേവന്മാരിൽ ത്രിണയംകുടത്തപ്പൻ എന്നറിയപ്പെടുന്ന ഇവിടുത്തെ ഭഗവാനുമുണ്ട്. ദേവസ്വം ബോർഡിന് കീഴിലുള്ള വൈക്കം ഗ്രൂപ്പിൻ്റെ കീഴിലാണ് ഈ ദേവസ്വം.